ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇത് ഞങ്ങൾ ഹോളി സെലിബ്രേഷൻ അന്നത്തോ ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പം അപ്ലോഡ് ചെയ്യാൻ 2-3 ദിവസം വൈകിയിട്ടുണ്ട്, എന്നാലും പോട്ടെ, കിടക്കട്ടെ അല്ലേ. അപ്പം ഇത് ഞങ്ങൾ ഊട്ടി വന്നിട്ടുള്ള രണ്ടാമത്തെ സെലിബ്രേഷനാണ്. ആദ്യത്തെ വർഷം അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്തില്ല, എന്നാലും കളിച്ചു. കാരണം ഞങ്ങൾ വന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ അധികം ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മിങ്കിളായിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അവരൊക്കെ ഏത് രീതിയിലാണ് എടുക്കുന്നത്, നമ്മളുമായിട്ട് ടൈ ആവുമോ, കാരണം കൂടുതലും ഹിന്ദിക്കാരായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരുമായിട്ട് നല്ല സെറ്റായി കേട്ടോ. കാരണം ആർക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേറെ സ്റ്റേറ്റാണെന്നുള്ള ഒരു ഫീലിംഗും ഇല്ലായിരുന്നു. എല്ലാവരും നമ്മളെ എല്ലാ കാര്യത്തിനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും ഫുള്ള് ഹാപ്പി. ഇതുകൊണ്ടൊക്കെ ഗുണമുണ്ടായി. കുറച്ച് തട്ടിയും മുട്ടിയൊക്കെ നമ്മൾ ഹിന്ദിയൊക്കെ പഠിക്കുമല്ലോ. അത് പോട്ടെ. പിന്നെ ഞാൻ ആദ്യം ഇന്ന് മടിഞ്ഞിരുന്നെങ്കിലും എല്ലാം കൂടി വന്ന് വീട്ടിൽ വന്ന് തൂക്കി എടുത്തുകൊണ്ട് പോയി. അവസാനം വീട്ടിലെ ഹാള് ഫുള്ള് കളർ പൊടി ആയപ്പോഴേക്കും എൻ്റെ കിട്ടിയും കെട്ടോട്ടടിച്ച് വെളിയിൽ പോയി കളിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ഇറക്കുമായിരുന്നു. പിന്നെ സ്വല്പം മടിയായിരുന്നെങ്കിലും പിന്നെ അവൻ അങ്ങോട്ട് തകർത്തത്. ഡാൻസായി, മേളമായി, ഏത് പാട്ടിടണം, കൺഫ്യൂഷൻ, ഏത് സ്റ്റെപ്പ് ഇടണം. അവസാനം പഞ്ചാബി സ്റ്റെപ്പൊക്കെ ഇടയ്ക്കൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഫുൾ എൻജോയ് ചെയ്തു. കാരണം ഇത് ഞങ്ങളിവിടുത്തെ ലാസ്റ്റത്തെ ഹോളി സെലിബ്രേഷനാണ്. കാരണം ഇനി ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഇച്ചേനെ അടുത്തടുത്തോട്ട് പോസ്റ്റിംഗ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വർഷം ഇവിടെ സെലിബ്രേഷന് കാണത്തില്ല. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഇതിൽ ഒട്ടുമിക്ക പേരും ഈ മെയ്യൊക്കെ ആകുമ്പോഴേക്കും പോകാൻ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ തവണ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ നല്ല മെമ്മറീസായിട്ട് മാറുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഓരോ മൊമെൻറ്റ്സും ഞാൻ ക്യാപ്ചർ ചെയ്യാനും മറന്നിട്ടില്ല. അപ്പോൾ ബൈ.